അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദ് മുഹമ്മദ് കാസിം വലിയുള്ളാഹി തങ്ങളുടെ ജീവിതവും സന്ദേശവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആത്മാവ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ കുടുംബത്തോടും അവിടുത്തവുമായി ബന്ധപ്പെട്ടതിനോടൊക്കെയുള്ള സ്നേഹമാണ്, അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റലാണ് എന്ന് പഠിപ്പിച്ച മഹാനാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യദ്ഖുലു ഖൽബംറിഇൻ മുസ്ലിമിൻ ഈമാനുൻ. ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ കൽബിലേക്ക് ഈമാൻ പ്രവേശിക്കുകയില്ല ഹത്താ യുഹിബ്ബക്കും ലില്ലാഹി വലി ഖറാബത്തി. എൻ്റെ കുടുംബത്തെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത് വരെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോഴേ അവർ നമ്മളെങ്ങോട്ട് സ്നേഹിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മളെ ഈമാൻ നിറവടിയാവുകയുള്ളൂ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചരിത്രം. മഹാനായ സയ്യിദ് മുഹമ്മദ് കാസിം വലിയുള്ളാഹി തങ്ങളടുത്ത് മഴയില്ലാതെ പ്രയാസപ്പെട്ട ആളുകൾ വന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനവറുകൾ കയ്യുയർത്തി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും നല്ല ഇളങ്കാറ്റ് ആഞ്ഞടിക്കുകയും നല്ല പേമാരി പെയ്തിറങ്ങുകയും എല്ലാവർക്കും വെള്ളം കിട്ടി എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് മഹാന്മാരായ ഈ ഔലിയാ, അള്ളാഹുവിൻ്റെ മഹാനായ ഷാ വലിയുള്ള മുഹദ്ദിസ് ദഹ്ലവി പറയുന്നുണ്ട്, ഫുയൂദുൽ ഹറമൈനി എന്ന ഗ്രന്ഥത്തിൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒരു പുതപ്പണിയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പെന്ന് തന്നു, ആ പെന്ന് കൊണ്ടാണ്, ഒരു പേന കൊണ്ടാണ് ഞാൻ ഗ്രന്ഥം എഴുതിയത് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ കാണാൻ കഴിയുന്ന, അവരിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു ലോകം, ഹൃദയത്തിൽ ആഴമേറിയ ലോകം കൊണ്ടു നടന്ന മഹാനാണ് സയ്യിദ് മുഹമ്മദ് കാസിം വലിയുള്ളാഹി തങ്ങൾ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ.